സാംസങ് ഫോണിന്റെ ചാർജ് ഉണ്ടോ നിങ്ങൾ? സാർ പുതിയ ഫീച്ചേഴ്സ് ഉള്ള സാംസങ് എഡ്ജ് വന്നിട്ടുണ്ട്, നോക്ക് സാർ. ഫോൺ ഒരുപാട് എഡ്ജിലാണ്, കുറച്ച് അകത്തേക്ക് വെച്ച്. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ, ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എപ്പ തൊട്ടാ? ഇന്നലെ മുതൽ. എന്താ അപ്പൊ അത് ഇന്നലെ വരെ വർക്കായോ? നിങ്ങൾ റിപ്പയർ ചെയ്ത് തരണമെങ്കിൽ 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം. എന്തിനാ മാഡം ഇത് റിപ്പയർ ചെയ്യുന്നതിന് പകരം ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാലോ. ചീപ്പ് എപ്പോഴും ബെസ്റ്റ് ആവാറില്ല. ഇത് ശരിയാക്കി തന്നാൽ മാത്രം മതി. താങ്ക് യു. ഓക്കെ മാഡം. ടച്ച് ഫോൺസ് യൂസ് ചെയ്യുന്ന കാലത്ത് ഇങ്ങനത്തെ ഫോണൊക്കെ എന്തിനാടി? ഇതിനെന്താ, ഞാൻ കംഫർട്ടബിൾ ആണ്. എങ്ങനെ? ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സ്ആപ്പ് ഒന്നും ഇല്ലാതെ സുഖമായിരിക്കോ? ഒരു കാര്യം പറയട്ടെ, ഫേസ്ബുക്ക് വന്നതോടെ ആളുകൾ ഫേസ് ടു ഫേസ് നോക്കുന്നില്ല. വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് എങ്ങോട്ടാ വാക്ക് ചെയ്യുന്നെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ട്രെയിനിൽ വാട്സപ്പ് ചെയ്തോണ്ട് വാഷ്റൂമിലേക്ക് പോയി പാന്റ് ഇടാതെ തന്നെ പുറത്തേക്ക് വന്നു. പിന്നെ ട്വിറ്ററിലെ ട്വീറ്റ്സ്, ഇൻസ്റ്റഗ്രാമിൽ സെൽഫീസ്. ഇങ്ങനെ അഡിക്റ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഏത് നേരത്താണോ കാഞ്ചനമാല എന്ന് പേരിട്ടത്, നീ ഇപ്പോഴും പഴയ കാലത്ത് തന്നെയാ. മാഡം നിങ്ങളുടെ പുതിയ പഴയ ഫോൺ. ഓ, എത്ര രൂപ? 800. താങ്ക്സ് ലോട്ട്. താങ്ക്സ്. Good morning. Good morning. Please sit down. Thank you, ma'am. Welcome to your French class. Shall we start the class? Who is Ki? Q-U-I. Welcome. Welcome to you guys. And welcome means bienvenue. Bienvenue. Very simple. Family means, how do you say? Family. Famille. That's right. Famille. കൺഗ്രാറ്റ്സ് ജി. സാലറി ഏതായാലും കൂടിയല്ലോ. ഇപ്പോഴെങ്കിലും നിന്റെ ചിറ്റപ്പ നിനക്ക് വണ്ടി വാങ്ങി തരുമോ? Okay അല്ലേ? Wait. ചിറ്റേ. എങ്ങനെയുണ്ട്? ചോദിച്ചു നോക്ക്. മോളെ വാസവി, 1-ാം തീയതി ആയില്ലേ? അവള് ചോദിക്കുന്നതിന് മുമ്പ് കാശ് കൊടുക്കണം, അതല്ലേ മര്യാദ. കൊടുക്കൂ, വേഗം വരൂ. ഇതാ മോനെ എന്റെ പെൻഷന്റെ കാശ്. വാസവി, നിന്റെ സാലറി ദാ കൊണ്ടുവരാം. It's okay. ദാ ചേട്ടാ. ഇതില് 2000 രൂപ കുറവുണ്ടല്ലോ. അത് കൊച്ചാ, എന്റെ സാലറി. രക്ഷപ്പെട്ടു. മോളെ, ഇതില് 2000 രൂപ കൂടുതലുണ്ടല്ലോ. അത് ഇൻക്രിമെന്റ് തന്നതാ. സാലറി കൂട്ടും, എങ്ങനെ കൂട്ടാതിരിക്കും? നീ ദിവസം ആ അടുത്ത വീട്ടിലെ പെണ്ണിന്റെ സ്കൂട്ടിയിൽ പോകുന്നില്ലേ? അതിനവൾ എത്ര ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്കൊരു സ്വന്തം സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ചെല്ലാൻ 2000 രൂപ ഇൻക്രിമെന്റും കിട്ടുമായിരുന്നു. അതൊക്കെ ഈ കൊച്ചച്ഛന് നന്നായിട്ട് അറിയാം. ദിവസവും നിന്റെ ഫ്രണ്ടിന്റെ സ്കൂട്ടറിൽ പോകുന്നത് നിനക്ക് പ്രശ്നമാണല്ലേ? കണ്ടോ, കറക്റ്റ് ആയിട്ട് പോയിന്റിലെത്തി. അങ്ങനെയാണെങ്കിൽ മോളുടെ സ്കൂട്ടിക്ക് വേണ്ടി ഇന്ന് അഡ്വാൻസ് അടിച്ചോട്ടെ. നിന്റെ ഫ്രണ്ടിന് പെട്രോൾ അടിക്കാനായിട്ട് മാസം 400 രൂപ കൊടുത്തേക്ക്. 2 പേർക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാം, അവള് നിനക്ക് കൂട്ടായിരിക്കുകയും ചെയ്യും. ശരി കൊച്ചാ. വാസവി, നിന്റെ 2000 രൂപയുടെ കണക്ക് ഇതുവരെ പറഞ്ഞില്ല. അത് നമ്മുടെ മോൻ വീഡിയോ ഗെയിം വേണമെന്ന് ചോദിച്ചു. അവനൊരു കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നിനക്കറിയില്ലേ? ആർക്ക് എന്ത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോട്ടെ. നിങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. നമ്മുടെ ലൈഫിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്നുകൊണ്ടേയിരിക്കും, ഡിസ്റ്റർബൻസിനായിട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലത്തെ ഒരാളായി അവൻ. ഗുഡ് മോർണിംഗ്. എല്ലാം ഓക്കെ അല്ലേ കിരൺ? യെസ് സർ, എവറിത്തിങ് ഫൈൻ. ഫ്ലൈറ്റ് എപ്പോഴാ? 2 PM. We have to leave within half an hour. Good morning, sir. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. Thank you, sir. അവിനാഷ് ടെക്സ്റ്റൈൽസ്. ടുഡേ വി ആർ ദി നമ്പർ 1 ഫാബ്രിക് കമ്പനി ഇൻ ഇന്ത്യ. ഈ മീറ്റിംഗിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടില് എല്ലാ ഫാബ്രിക് കമ്പനീസും നമ്മുടെ ബ്രാൻഡാണ് നോക്കുന്നത്. ഓഫ് കോഴ്സ് ഐ എൻജോയ് ഇറ്റ്. പക്ഷെ ഇത് പോരാ. I want to grab the global market and
നമുക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. എന്താ സാർ അത്? ലണ്ടനില് ടോപ്പ് കമ്പനികളിൽ ഒന്നായ ബെർബറി കമ്പനി നമ്മുടെ കമ്പനിയുടെ കൂടെ they have signed up 100 crores of deal. So guys, work hard. ടൈം വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. സോറി സർ, ജസ്റ്റ് 5 minutes ലേറ്റ് ആയി. ജസ്റ്റ് 5 minutes. മിസ്റ്റർ ശ്രീനിവാസ്, മരിച്ചവരുടെ പേരിന് പുറകിൽ എന്തുകൊണ്ടാണ് ലേറ്റ് എന്നിടുന്നതെന്ന് അറിയാമോ? അവനെ കൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനമില്ലെന്ന്. ഞാനൊരു 5 minute ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഐ മേ ലൂസ് 100 crores of deal. സോ നിന്റെ ലേറ്റ് ഇനി ഈ കമ്പനിക്ക് ആവശ്യമില്ല. കിരൺ, സാർ സാലറി ഒക്കെ സെറ്റിൽ ചെയ്ത് അയച്ചേക്ക്. പ്ലീസ് സർ, സർ. Just get out. I'll be back in 3 months and we will celebrate, okay? മിസ്റ്റർ പ്രസാദ് ഇസ് വെയിറ്റിംഗ് ഇൻ എയർപോർട്ട് സർ. Give me the car keys. I will drive myself, okay? അവിനാഷ്, Hey, Priya! What a pleasant surprise. നീ എന്താ ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കാഞ്ഞ്? I'm so sorry, Priya. നീ ഫോൺ ചെയ്തപ്പോ ഞാൻ മീറ്റിംഗിലായിരുന്നു. ഓക്കെ അച്ഛൻ വന്നിട്ടുണ്ട്, നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ. ഹലോ അങ്കിൾ. നന്നായിരിക്കും മോനെ. കല്യാണത്തെ പറ്റിയോ? അതെ. ഇപ്പോഴോ? യെസ്. Are you kidding? അങ്കിൾ, ഐ എം സോ സോറി. ഞാനിപ്പോ ഫ്രാൻസിലേക്ക് പോകാൻ തുടങ്ങാണ്. തിരിച്ചു വരാൻ 3 മാസമാവും. ഞാൻ തിരിച്ചു വരുമ്പോ അങ്കിളിനെ തീർച്ചയായും മീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി പ്രിയ. ബൈ. എന്താ മോളെ, കല്യാണത്തിനെങ്കിലും വരുമോ അതോ മീറ്റിംഗ് എന്നും പറഞ്ഞു പോവോ? അല്ല അച്ഛാ, ശരിക്കും മീറ്റിംഗ് നോ, ഉള്ളോണ്ടായിരിക്കും. ഐ ആം വറീഡ് അബൌട്ട് യുവർ മാരേജ്. ഹലോ അവിനാഷ്, ഫ്ലൈറ്റിന് ടൈമായി. എവിടെയാണ്? യെസ് പ്രസാദ്, ഐ എം ഓൺ ദ വേ. ഇവിടെ എപ്പോഴും നോക്കിയാലും ട്രാഫിക്കാ. ഏത് സമയത്ത് വന്നാലും ഇങ്ങനെയാ. യെസ് പ്രസാദ്. ഇനി എത്ര നേരമാകും? ഞാനിവിടെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുക. ഓക്കെ. മാറി നിൽക്ക്. അല്ലെങ്കിൽ ആംബുലൻസിന് ഫോൺ ചെയ്യരുത്. എല്ലാവരും ഒന്ന് മാറി നിൽക്കാം. ആരാടാ നീ? ഏയ്, സിഗ്നലും ക്രോസ് ചെയ്തിട്ട് വയസ്സായ ഒരാളെ തള്ളി വിട്ടെന്ന് പോരാ. തനിക്കത് കോമൺ സെൻസ് ഇല്ലടാ. Hell with your rules. വാട്ട്? ഇന്നാ ആർക്ക് വേണത്? പുറത്തോടാ, പുറത്തേക്ക് പോ. വരാൻ വലിയ സായിപ്പാന്ന് വെച്ചാൽ അവന്റെ ഒരു നോട്ടം. പറയിലിരിക്കേ. വാടാ. മുത്തശ്ശാൻ ശ്രദ്ധിച്ചു. ബോസ്, നോക്കി സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? പതുക്കെ. എനിക്ക് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകണം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് 100 crores ഡീലാ. ഏയ്, ഒരു വയസ്സായ ഒരാളെ ഇടിച്ചിട്ട് പോണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിന്നെ ഇടിച്ചിട്ട് കാശ് തരാം. ഓക്കെ ആണോ നിനക്ക്? ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാണ്ടല്ലോ പിന്നെ അതോടെ നിന്റെ അധോഗതി.